വാര്യർ സാർ ബുദ്ധിപൂർവം ഒരു കളി കളിച്ചതാണ്. അമ്മയെ കാണിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ഗംഗയെ കൊണ്ടുവരിക. ഇത് അവളുടെ ചേച്ചിയുടെ വീടാണല്ലോ. നമ്മുടെ സമീപനം ഓക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങ് നങ്കൂരമിടുക. പക്ഷേ പദ്ധതി പാളിപ്പോയി. ഇങ്ങനെ പോയാൽ അയാൾ ഇനി ഗംഗയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് സംശയമാണ്. അങ്ങനല്ല രമേശ, വാര്യര് നല്ല ആദർശക്കാരനാ. അയാള് ഗംഗയെ വാഴ്ത്തപ്പെട്ടവളാക്കിയേ അടങ്ങൂ. ഇതൊക്കെ വാര്യരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഏറിയാൽ ഒരാഴ്ച, അതിനപ്പുറം ഗംഗ വാര്യരുടെ വീട്ടിലുണ്ടായില്ല. അതിനുള്ള പണി നമ്മുടെ കയ്യിലുണ്ട്. അനിയത്തെ കണ്ടപ്പോ ഗീതയുടെ നിലപാടെന്തായിരുന്നു? ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കാനാവുന്നതെല്ലാം നോക്കി. ഞാൻ സമ്മതിക്കോ? ഇറങ്ങി വന്നതിൽ സ്പീഡിൽ അകത്തേക്ക് ഓടിച്ചു. എന്നിട്ട് കിട്ടിയ സന്ദർഭം നോക്കി നമുക്ക് പാര പണിയാനും ശ്രമിച്ചു. അതെന്താ? തള്ളയെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് വാര്യരോട് പറയാൻ ഒരു ശ്രമം നടത്തി. തക്ക സമയത്ത് ഞാൻ ഇടപെട്ടു. വാര്യർക്ക് വല്ല സംശയം ഉണ്ടായി കാണുമോ സൗദാമിനി? ഏയ് ഇല്ലെന്നേ. അപ്പോഴേക്ക് ഞാൻ ഗീതയെ അവിടുന്ന് ഓടിച്ചില്ലേ. അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ലെന്ന് അവൾക്ക് ശരിക്കറിയാം. ലാൻഡ് ഫോൺ നേരത്തെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതെ, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അതല്ല, ഗംഗയാ. മുല്ലമുറ്റത്ത് അവളെ വാഴിക്കില്ലെന്ന് നമ്മൾ തീരുമാനമെടുത്തു. അപ്പോ എന്ത് ചെയ്തു? ആരും അറിയാതെ വന്ന് വാര്യരുടെ വീട്ടിൽ കുറ്റിയടിച്ചു. ഇന്നലെ എത്തിയെന്ന വാര്യർ പറഞ്ഞേ. രഹസ്യമായി ഒതുങ്ങി ആ വീട്ടിൽ കഴിയാനല്ല അവൾ നോക്കിയേ. പകരം ലാൻഡ് ചെയ്തതിന്റെ പിറ്റേന്ന് നേരെ ഇങ്ങോട്ട് വന്നു. അവള് രണ്ടും കൽപ്പിച്ചാണെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ പിന്നെ ധൈര്യമായി ഇങ്ങോട്ട് വരുമോ? പോരാത്തതിന് ആ വാര്യരുടെ സപ്പോർട്ടും. ആ ഏരിയയിൽ അയാൾ ഒരു VIP യാ. നമുക്കാണെങ്കിൽ വോയിസ് ഇല്ല താനും. മുല്ലമുറ്റത്തെ താക്കോൽ അച്ഛന്റെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോ വാര്യരുടെ മറുപടി കേൾക്കണം രമേശിന്. താക്കോൽ ഇവിടെ ഇരുന്നോട്ടെ, അവിടുത്തെ മണിച്ചിത്രത്താഴ് തുറക്കാൻ അയാൾക്ക് അറിയാമെന്ന്. അയാള് ഗംഗയെ മുല്ലമുറ്റത്ത് കയറ്റി താമസിപ്പിക്കുന്നല്ലേ അതിനർത്ഥം? എങ്കില് അതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അച്ഛാ. വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ വിട്ടാലേ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റും. അതുകൊണ്ട് ഗംഗയെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടണം. പക്ഷേ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കും അവൾ. എന്നാ പിന്നെ അവളെ അങ്ങ് തീർത്ത് കളയരുതോ? ഓ, അങ്ങനെ തീർത്ത് കളയാനേ ഈച്ചയോ കൊതുകോ ഒന്നും അല്ല. അന്വേഷണം കയറി അങ്ങ് മുറുകിയാലേ നമ്മൾ ആപ്പിലാവും. ഒറ്റയാളും നമ്മുടെ സൈഡ് പറയാൻ കാണില്ല. ഗംഗ കാണാമറയത്താകുന്നു ആദ്യം. പിന്നെ അവളുടെ ശവമേ കണ്ടുകിട്ടാൻ പാടുള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ പ്ലാൻ ചെയ്യേ. ഇവൻ കൂടെ നിൽക്കും. അച്ഛൻ പറഞ്ഞാ മതി, ഞാൻ എന്തിനു റെഡി. വരട്ടെ. ചിലരെ ഒന്ന് വിളിക്കാനുണ്ട്. എനിക്ക് തോന്നി നീ ഇവിടെ ഒന്ന് നിൽക്കായിരിക്കുമെന്ന്. ഇങ്ങനെ മുല്ലമുറ്റത്തേക്ക് നോക്കി നിന്ന ഉള്ള സങ്കടം കൂടെ ഉള്ളൂ ഗംഗ. വീട്ടിലേക്കല്ല ഞാൻ നോക്കി നിന്നത്, കഴിഞ്ഞുപോയ കാലത്തിലേക്കാ. സന്തോഷം നിറഞ്ഞ അന്നത്തെ എന്റെ ജീവിതത്തിലേക്കാ. ഇങ്ങനെ നിൽക്കുമ്പോ ഉള്ളു നുറുങ്ങുന്ന വേദനയാണെങ്കിലും അതിലൂടെ ഒരു ആശ്വാസം തോന്നുക. ചിലപ്പോ വീട്ടിലേക്ക് മടങ്ങി ചെല്ലാനുള്ള വഴി തെളിയുമെന്ന് തോന്നുന്നു. ശാരദ എന്റെ മുല്ലമുറ്റത്തേക്ക് കൊണ്ടുവരണം. അമ്മയോടൊപ്പം നിനക്കും താമസിക്കാം. എന്നിട്ട് ആന്റിയുടെ അസുഖം നമുക്ക് മാറ്റിയെടുക്കണം. ഗംഗയുണ്ടെങ്കിൽ അതിന് കഴിയും. എന്നിട്ട് ആന്റിക്ക് നിനക്കും കൂടെ അവിടെ കഴിയാം. പക്ഷെ എങ്ങനെ? അച്ഛൻ അതിന്റെ കാര്യത്തിന് വേണ്ടി ഒരാളെ കാണാൻ പോയിരിക്കുക, വാർഡ് മെമ്പറെ. അച്ഛന് പ്രതീക്ഷയുണ്ട്. വെറുതെ ഓമേ, പണവും സ്വാധീനം ഉള്ളവരുടെ കൂടെ ഇപ്പൊ ആരും നിൽക്കേയുള്ളൂ. എനിക്കത് രണ്ടും ഇല്ലല്ലോ. അതുകൊണ്ട് നോക്കാമെന്ന് പറയും.
പറച്ചില് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നോട്ടം. എല്ലാരും അങ്ങനെയാണെന്ന് വിചാരിക്കാതെ. നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. ആ, മെമ്പറെ കണ്ടോ അച്ഛാ? ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പാർട്ടി മീറ്റിംഗിലായിരുന്നു. ഇലക്ഷൻ വരികയല്ലേ, ഉച്ചവരെ കമ്മിറ്റിയാണത്രേ. അപ്പൊ കാണാൻ കഴിഞ്ഞില്ലേ? ആര് പറഞ്ഞു? ചായ സമയത്ത് ഞാൻ പിടികൂടി വിഷയം സംസാരിച്ചു. ആദ്യമായിട്ടാ നമ്മളൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പരിഗണനയും കിട്ടി. മെമ്പർ സംഗതി ഏറ്റിട്ടുണ്ട്. സാധാരണ നേതാക്കന്മാർ പറയും പോലെ നോക്കാം, പരിഗണിക്കാം, അങ്ങനെയുള്ള വെറും വാക്കൊന്നും അല്ലെന്ന് തോന്നുന്നു. ആത്മാർത്ഥമായിട്ടാ പുള്ളിക്കാരൻ സംസാരിച്ചത്. നിങ്ങളെന്താ മുറ്റത്തിറങ്ങിയിരിക്കുന്നത്? വെറുതെ ഓരോന്ന് സംസാരിച്ചു നിന്നതാച്ചാ. നടക്കട്ടെ നടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഗംഗെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്. ഏത് കൂരിരുട്ടിലും ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും കാണാതിരിക്കൂ. രമേശ, എടാ രമേശ. എന്താ? ഓ, രമേശൻ എവിടെ? എന്താച്ചാ? അവളെവിടെ ഗീത? അപ്പുറത്താ. കാര്യം എന്താന്ന് പറ. പറയാം വാ. ഇതെന്തു പറ്റി? നമ്മൾ വിചാരിച്ച പോലല്ല കാര്യങ്ങളുടെ പോക്ക്. സംഗതി സീരിയസാ. രണ്ടും കൽപ്പിച്ച ആ വാര്യരുടെ നീക്കം. അയാൾ പിന്നെ അച്ഛനെ കാണാൻ വന്നോ? അയാള് വന്നില്ല. പകരം മറ്റൊരാളെ അയച്ചു, ആ വാർഡിലെ മെമ്പറെ. വാർഡ് മെമ്പർക്ക് അച്ഛനെ വന്ന് കാണേണ്ട കാര്യം എന്താ? മുല്ലമുറ്റത്തെ വീടിന്റെ താക്കോല് അവിടുത്തെ മാഷിന്റെ മകളായ ഗംഗ ഏൽപ്പിക്കണമെന്നാ. മുല്ലമുറ്റത്തെ വീടിന്റെ താക്കോല് അവിടുത്തെ മാഷിന്റെ മകളായ ഗംഗ ഏൽപ്പിക്കണമെന്നാ. അത് നടക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? മെമ്പർ അയാളുടെ പാട് നോക്കട്ടെ. സൗദാമിനി വിചാരിക്കുന്ന പോലെ അത്ര നിസാരമല്ല വിഷയം. സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിയുടെ സ്ട്രോങ് ആയിട്ടുള്ള നേതാവാണ് മെമ്പർ. പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർക്കാ ഇപ്പൊ കൂടുതൽ പിടിപാട്. ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണോ അവിടുത്തെ മെമ്പർ? അല്ല, അതാണ് പ്രശ്നം. എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടിയാലേ മുതലാക്കാൻ കാത്തിരിക്കുകയല്ലേ എതിർകക്ഷിക്കാര്. ഇതൊരു പെൺകുട്ടിയുടെ വിഷയമായതുകൊണ്ട് സെൻസേഷൻ കൂടും. സംഗതി കുഴപ്പമാവോ? പാർട്ടി മെമ്പർ ഇടപെട്ട സ്ഥിതിക്ക് കുഴപ്പമാവും. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ന്യായം നമ്മുടെ കൂടെ അല്ലല്ലോ. നയത്തിലാണ് സംസാരിച്ചതെങ്കിലും നേതാവിന്റെ സ്വരത്തിൽ ഒരു താക്കീത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചാലോ? നടക്കില്ല. അങ്ങനെ ഒരു ഇര ഞാൻ അങ്ങോട്ടിട്ടു നോക്കി. അപ്പോഴാ മെമ്പർ ശബ്ദം കടുപ്പിച്ചത്. വാര്യറ അതിന്റെ പിന്നിൽ. അയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ കുരുക്കിന്ന് രക്ഷപ്പെടാതെ വയ്യ. ഇനി കണക്കുകൂട്ടിയതൊക്കെ തെറ്റോ? ഇത് നല്ല ചപ്പാത്തിയാ. എണ്ണ അധികം പുരട്ടാതെ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയത്. എനിക്ക് ചപ്പാത്തി വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. അമ്മയ്ക്ക് തരാൻ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. മാഷിന് കൊടുത്തോ? കൊടുത്തില്ല അല്ലേ? വേണ്ട. അച്ഛൻ നേരത്തെ കഴിച്ചു കിടന്നു. ഇനി അമ്മ കഴിക്ക്. എന്നത്താ ഞാൻ തിന്നോളാം കേട്ടാ. കറി തണുത്ത് കാണുമല്ലോ. ഒന്ന് ചൂടാക്കരുതായിരുന്നോ ഗീത? ചൂടാക്കി. ചപ്പാത്തി
ഇന്നും അടികൂടാതെ കഴിക്കുന്നുണ്ടല്ലോ. നല്ല മൂടാണെന്ന് തോന്നുന്നു. ഞാൻ ചിലപ്പോ വല്ലതൊക്കെ പറഞ്ഞെന്നിരിക്കും. ഗീത അതൊന്നും മനസ്സിൽ വെക്കണ്ട. എന്താ വേണ്ടേന്ന് വെച്ചാ എടുത്തു കൊടുക്കണം. വിശന്നിരിക്കാൻ സമ്മതിക്കരുത്. ചിലപ്പോ അമ്മ ഒന്നും കഴിക്കില്ല. നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം. കുറച്ച് കറി കൂടി എടുക്കാതിരുന്ന എന്താ? ഇത്രയും അമ്മ കഴിക്കൂ. എന്തായാലും സമയത്തിന് കൊടുക്കണം. ക്ഷീണം ഉണ്ടാവാതെ നോക്കണം. എന്നാലല്ലേ ബാക്കിയുള്ളവരെ ചവിട്ടാനുള്ള ശക്തി കിട്ടൂ. കുത്തി കേറ്റുന്ന കണ്ടില്ലേ? ചപ്പാത്തി കറി ഇത്രയും മതി. ഗംഗ ഇവിടെ കയറ്റാതിരുന്നതിൽ ഗീതയ്ക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അമ്മയെ കാണിക്കാതിരുന്നതും ക്രൂരതയായിട്ടും കരുതുന്നുണ്ടാവും. അത് പക്ഷെ എന്തിനായിരുന്നുവെന്ന് ഗീത ചിന്തിച്ചു കാണില്ല. അത്ര വലിയ അപരാധമാ ഗംഗ നിങ്ങളുടെ കുടുംബത്തോട് കാണിച്ചത്. ഒന്ന് ഓർത്തു നോക്ക്. മാഷുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ ഗതി വരുമായിരുന്നോ? നിങ്ങളെല്ലാവരും എത്ര സന്തോഷത്തോടെ കഴിയേണ്ടതാ. എല്ലാം അവള് കാരണം തകർന്നു. ഒരു കുടുംബം നാമാവിശേഷമായി. എന്നിട്ട് ഒരു കൂസലുമില്ല. അപ്പോ ചെയ്ത തെറ്റിന്റെ ആഴം അവള് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാ ഗംഗയോട് അങ്ങനെ പെരുമാറിയത്. അല്ലാതെ ഗീതയുടെ അനിയത്തിയോട് ഞങ്ങൾക്ക് എന്താ വിരോധം? മുല്ലമുറ്റത്തേക്ക് ഗംഗ കയറരുതെന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ലെന്ന് അറിയാം. പക്ഷേ ഗംഗ കാര്യങ്ങൾ തിരിച്ചറിയണം. എന്ന് കരുതി വാര്യർ സാറുടെ വീട്ടിൽ എന്നും കഴിയുന്നതും ശരിയല്ല. അത് നമ്മൾക്ക് അനുവദിക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒച്ച വെച്ചെങ്കിലും നാളെ മുല്ലമുറ്റത്തെ താക്കോൽ ഗംഗയുടെ കയ്യിൽ കൊടുക്കും. വിശ്വാസം വരുന്നില്ലേ? അത്ര മനുഷ്യത്വം ഇല്ലാത്തവരല്ല ഞങ്ങള്. അമ്മേ, അല്ല എന്ന് കരുതി ആരെയും പേടിച്ചിട്ടല്ല. അത് പ്രത്യേകം പറയാലോ. ഞങ്ങളുടെ മര്യാദ അത്രേ ഉള്ളൂ. ഗംഗ അവിടെ താമസിച്ചോട്ടെ. പിന്നെ അവളും വാര്യർ സാറും ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ അമ്മയെ വേണമെങ്കിൽ മുല്ലമുറ്റത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്തോട്ടെ. സത്യാണോ അമ്മ ഈ പറയുന്നത്? ഞാൻ തമാശ പറയില്ലെന്ന് ഗീതയ്ക്ക് ഇനി അറിഞ്ഞുകൂടെ? ഞാൻ ഈ വിവരം ഗംഗയെ വിളിച്ചൊന്ന് പറഞ്ഞോട്ടെ. അത് വേണ്ട. വിളിയും പറച്ചിലും ഒക്കെ ഞങ്ങൾ ചെയ്തോളാം കേട്ടോ. ദൈവമേ, ഇത്രയും കേട്ടാ മതി. അമ്മയ്ക്ക് മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന്? അമ്മ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഗംഗ വരും. ഇനി നിങ്ങൾക്ക് മുല്ലമുറ്റത്ത് ഒരുമിച്ച് താമസിക്കാം. കേട്ടോ അമ്മേ? ചപ്പാത്തി താ. നിങ്ങളെ കാണാൻ വന്ന വാർഡ് മെമ്പർ പിന്നെ വിളിച്ചോ? ഇല്ല. അയാളെ അങ്ങോട്ട് വിളിച്ചോ? വേലിയിലിരിക്കുന്ന പാമ്പിനെ എന്തിനാ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നേ? അയാൾ വിട്ടുവീഴ്ച ചെയ്യുന്ന പാർട്ടി ആയിരുന്നെങ്കിൽ, അതായത് സംതിങ് വാങ്ങിക്കുന്ന പാർട്ടി ആണെങ്കിൽ അയാൾ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. അതാ അതിന്റെ ഒരു സ്റ്റൈല്. വിളിക്കാത്ത സ്ഥിതിക്ക് ഹോപ്പ് വേണ്ട. അപ്പോ വീടിന്റെ താക്കോല് കൈമാറ്റം ചെയ്യണമെന്ന് ചുരുക്കം. അങ്ങനെ ഗീതയോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? പിന്നെന്താ? ഒരിക്കലും തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല. അതിന്റെ ഒരു പ്രയാസമുണ്ട്. സാരമില്ല സൗദാമിനി. ഇതേ താൽക്കാലികമായിട്ടുള്ള ഒരു വേലിയേറ്റമാണ്. കറങ്ങി തിരിഞ്ഞ് താക്കോലും വീടും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. ഒരു കണക്കിന് അവിടെ ആള് താമസമുള്ളത് നല്ലതാ. പൊടി പിടിക്കാതെ കിടക്കുമല്ലോ. ഈ താക്കോൽ അങ്ങോട്ട് കൊണ്ടു ചെന്ന് കൊടുക്കണോ അതോ വാര്യറെ ഇങ്ങോട്ട് വിളിച്ച് ഏൽപ്പിക്കണോ എന്നാ ഞാൻ ആലോചിക്കുന്നത്.
കൊണ്ടുപോയി കൊടുക്കാൻ നമ്മളയാളുടെ ബാല്യക്കാരൊന്നും അല്ലല്ലോ. വേണമെങ്കിൽ വരാൻ വിളിച്ചു പറ. അത് വേണ്ട. അയാളുടെ കൂടെ ചിലപ്പോ അവളും പുറപ്പെടും. അതുമല്ല, അവിടെ ചെന്ന് ഏൽപ്പിക്കുന്നത് ആ ബുദ്ധി നമ്മുടെ ഒരു കാരുണ്യമായിട്ട് അവർക്ക് തോന്നും. സൗദാമിനിയുടെ ഒരു പ്രത്യേക താല്പര്യമാണെന്ന് കാച്ചിയേക്കാം. ഒരു ഇംപ്രഷൻ കിടക്കട്ടെ. അതാരും വിശ്വസിക്കുന്നു തോന്നുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇടയിൽ ചാടി വീണ ആ രാഷ്ട്രീയക്കാരനില്ലേ, അയാള് ശുപാർശ ചെയ്തിട്ടാ താക്കോല് കൊടുക്കുന്നതെന്ന് വരരുത്. അത് നമുക്ക് ക്ഷീണമാ. ഒരു മുതല് കൊടുക്കുമ്പോ അതിന്റെ പേരെങ്കിലും കിട്ടണം. ഈ അവസരം നോക്കി ഗംഗ മറ്റൊരു വിഷയം എടുത്തിട്ടിരിക്കുന്നു. അവളുടെ സ്വർണത്തിന്റെ കാര്യം. ഈ അവസരം നോക്കി ഗംഗ മറ്റൊരു വിഷയം എടുത്തിട്ടിരിക്കുന്നു. അവളുടെ സ്വർണത്തിന്റെ കാര്യം. ഗീതയല്ല ഗംഗ. ഓരോന്നും കണക്ക് കൂട്ടി അക്കമിട്ട് ചോദിക്കുന്ന പാർട്ടിയാ ഗംഗ. എത്ര കണക്ക് കൂട്ടിയാലും ആ സ്വർണം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാം അങ്ങ് വിട്ടുകളയാനോ? അതെങ്ങനെ ശരിയാവും? പക്ഷേ ചോദിച്ചാലോ സൗദാമിനി? അവക്ക് അവകാശപ്പെട്ട ആഭരണമല്ലേ, തരില്ലെന്ന് പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. പറയാൻ നമുക്കൊരു കാരണമുണ്ടെന്ന് അങ്ങ് മറന്നുപോയോ? 5 ലക്ഷം രൂപ അവളുടെ അച്ഛനായിട്ടുണ്ടാക്കി വെച്ച കടം. ആ കടം വീട്ടാൻ പോകുന്നത് അവളുടെ സ്വർണം വിറ്റിട്ടാണെന്നങ്ങ് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവള് തരട്ടെ അത്രയും പണം. ഗീത ഈ വിവരം പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കൂ? എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ്? ഈ വീടിനകത്തുള്ള ചാട്ടമല്ലേ ഗീതയ്ക്കുള്ളൂ. അവളെ നമുക്ക് നിലയ്ക്ക് നിർത്താം. സൗദാമിനി ഉറപ്പ് തന്ന പിന്നെ എനിക്ക് പ്രശ്നമില്ല. എന്നാ കിടക്കാൻ നോക്ക്. സൗദാമിനി, സൗദാമിനി എവിടെ? ദേ വരുന്നു. ഒന്ന് വന്നേ. രാവിലെ ഇറങ്ങുവാണോ? വാര്യറെ ഒന്ന് ഞെട്ടിക്കണ്ടേ? ഓ, നമ്മുടെ തീരുമാനം കേട്ട് അയാൾ വാ തുറന്ന് നിൽക്കുമെന്ന് ഉറപ്പാ. പെണ്ണിനെ മുല്ലമുറ്റത്ത് താമസിക്കാൻ സമ്മതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കില്ല. ഞാൻ മറ്റൊന്നുകൂടി ആലോചിക്കായിരുന്നു. എന്തായാലും പോവല്ലേ, താക്കോല് മാത്രമായിട്ട് കൊടുക്കണ്ട. ഇവിടെ കിടക്കുന്ന ശല്യത്തിനെ കൂടി അങ്ങ് ഏൽപ്പിച്ചേക്ക്. ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടട്ടെ. മനസ്സിന് പിടിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൂടി തോന്നുന്നില്ല. അതിനിപ്പം തൽക്കാലം ഞാൻ വാര്യറെ ഒന്ന് കാണട്ടെ സൗദാമിനി. അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യം തീരുമാനിക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ച് നടപ്പാക്കണ്ട. എന്തിനാ ഭ്രാന്ത് പിടിച്ചതിന് ഇവിടെ ഇങ്ങനെ പോറ്റുന്നത്? വീടിന്റെ ഐശ്വര്യം കൂടി പോയി. അസുഖമാണെങ്കിൽ കൂടി കൂടി വരുക. എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതാ നല്ലത്. പിന്നത്തേക്ക് വെക്കണ്ട. എന്തായാലും പോവല്ലേ, ആ ശല്യത്തിനെ കൂടെ കൊണ്ടുപോകും. കാറിൽ വെച്ച ആ സാധനം ഉപദ്രവിക്കുമെന്ന്. ഡോറ് തുറന്നെങ്ങാനും പുറത്തിറങ്ങിയാ പിന്നെ അതിന്റെ പുറകെ നടക്കണം. കയ്യും കാലും കെട്ടി അനങ്ങാത്ത വിധത്തിൽ കാറിലിട്ട് തരാം. കൊണ്ടുപോയാ മതി. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. വരുമ്പോഴേക്കും ഞാനിവിടെ എല്ലാം ശരിയാക്കി വെക്കാം. ഓ, താലപ്പൊലിയും കൊണ്ട് എങ്ങോട്ടാ ഇത്ര തിരക്ക് പിടിച്ച്? ചോദിച്ചത് കേട്ടില്ലേ? ഇതെന്താണെന്ന്? അമ്മയ്ക്കുള്ള കാപ്പിയാ. ഇങ്ങത്താ, ഇവിടെ തരാൻ. എന്താടി നോക്കുന്നേ? ഇവിടെ ആരെങ്കിലും കഴിച്ചോ എന്ന് അവൾക്ക് അന്വേഷണമില്ല. രമേശൻ ഓഫീസിൽ പോകാൻ ഇറങ്ങി. അവന്റെ പാന്റും ഷർട്ടും തേച്ചോ? ഒന്നും അറിയണ്ട. അമ്മച്ചി അമൃതയെ തൂട്ടാൻ താലമായിട്ട് പോകുന്നു. നാണം ഉണ്ടോടി നിനക്ക്? അമ്മേ, ഇന്നലെ രാത്രി സ്നേഹമായി സംസാരിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ. അത് എന്റെ ഇഷ്ടമാ. ഓരോ സമയത്തും തോന്നുന്നത് പോലെ ചെയ്യും. നീ ആരാ ചോദിക്കാൻ? ഇന്നലെ രാത്രി പ്രേമിച്ച് സംസാരിച്ചു പോലും. എനിക്ക് നിന്നോട് സ്നേഹം അങ്ങ് കേറിയെന്ന് നീ വിചാരിച്ചോ?
കുറച്ചൊന്നും അല്ലല്ലോ. ചുമ്മാതല്ല ഇവിടെ എന്തുണ്ടാക്കിയാലും തികയാത്തത്. തള്ളയുടെ കെയർ ഓഫില് നീയും കണ്ടമാനം ഉരുട്ടി വിഴുങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. തിന്നു സുഖിച്ച് ഇവിടെ ഇങ്ങനെ അർമാദിച്ച് കഴിയാന്ന് വിചാരിക്കണ്ട. അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്? ഞാന് ആ തീരുമാനത്തിന് മാറ്റം വരുത്താൻ പോവാ. നീ നിമിത്തം കഷ്ടങ്ങളും നഷ്ടങ്ങളും മാത്രമേ ഈ വീടിനുണ്ടായിട്ടുള്ളൂ. പെണ്ണുങ്ങളായ ഒന്നെങ്കിൽ മാനം വേണം, അല്ലെങ്കിൽ ധനം വേണം. നിന്റെ കാര്യത്തിൽ ഇത് രണ്ടും ഇല്ല. പേരിനൊരു മരുമോള്, എന്തിനാ തിന്നു മുടിക്കാനായിട്ട് ഇങ്ങനെ ഒരെണ്ണം? അതുകൊണ്ട് തള്ള പോകുമ്പോ നീയും കൂടെ അങ്ങ് പൊയ്ക്കോ. അതിനുള്ള ഒരുക്കം തുടങ്ങും.